ലൈഫിൽ സക്സസ്ഫുൾ ആവാനായി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ പലരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അവരുടെ 20s പരമാവധി ഉപയോഗിക്കാതെ സമയം മുഴുവൻ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏജാണ് 20s എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ആളുകൾ ഈ സമയം നമ്മുടെ സക്സസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് പകരം, നമ്മുടെ ഡ്രീംസിനെ ചേസ് ചെയ്യുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജീവിതം തന്നെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലൈഫിൽ കുറച്ച് സാക്രിഫൈസസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സക്സസ്സിനെ നമ്മുടെ 20s തന്നെ നേടിയെടുക്കാവുന്നതാണ്. സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന 5 സാക്രിഫൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, ലെറ്റ് ഗോ ഓഫ് യുവർ ഈഗോ. നമ്മൾ എല്ലാവരും തന്നെ ഒരല്പം ഈഗോയിസ്റ്റിക് ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് കരുതുകയും നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഈഗോ കാരണമാണ്. നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഈഗോ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ആ ഈഗോയെ നമ്മുടെ മേലെ വളരാൻ വേണ്ടി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഈഗോയിസ്റ്റിക്കായി മാറുന്ന സമയത്ത് നമ്മുടെ സക്സസ്സിൽ നിന്നും നമ്മൾ ഒരുപാടധികം വ്യതിചലിച്ചു പോകുന്നു. മറ്റുള്ളവർ നമുക്ക് തരുന്ന കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ വളരെയധികം ഈഗോയിസ്റ്റിക്കായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിനെല്ലാം സ്വയം ന്യായീകരിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ക്വാളിറ്റിയോ ട്രെയ്റ്റോ അല്ല ഇത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മുടെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ നമുക്കൊരു ഉപദേശം തരുന്ന സമയത്ത് അവരോട് ഈഗോയിസ്റ്റിക്കായി പെരുമാറുന്നതിന് പകരം അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്ന 60 ലക്ഷത്തിലധികം കോപ്പികൾ സോൾഡ് ഔട്ടായ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന ഈ ഒരു പുസ്തകം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു പുസ്തകം ഞാൻ കുക്കു FM ആപ്ലിക്കേഷനിൽ കേട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ ഇതുപോലുള്ള മറ്റൊരുപാട് പുസ്തകങ്ങൾ കൂടി കുക്കു FM സെൽഫ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ഇതിനൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് 1 ഇയറിലേക്ക് 399 റുപ്പീസാണ് ചാർജ് ആവുന്നത്. പക്ഷേ നമ്മളുടെ TGM 50 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് 399 റുപ്പീസ് വർത്ത് ആയിട്ടുള്ള മെമ്പർഷിപ്പ് 199 റുപ്പീസിന് തന്നെ ലഭിക്കുന്നതായിരിക്കും. കുക്കു FM ഇന്ത്യയിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. രണ്ടാമത്തേത്, ടോക്സിക് റിലേഷൻഷിപ്സ്. നമ്മുടെ 20s നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുകയും അവരുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരുപാടധികം ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുകയും അവരുമായിട്ട് സൗഹൃദങ്ങളും ബന്ധങ്ങളും റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഇതിൽ പലതും വളരെ ടോക്സിക് ആയിട്ടുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്സോ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിനെ മനസ്സിലാക്കാനായി നമ്മൾ ഒരുപാടധികം വൈകി പോവുകയും അപ്പോഴത്തേക്കും അത്തരത്തിലുള്ള ആളുകളെ നമ്മൾക്ക് ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഏതൊരു മനുഷ്യനും അവരുടെ 20s ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളോ കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ സക്സസ്സിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരിക്കലും ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിലും പകരം അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തേത്, ഈറ്റിംഗ് ജങ്ക് ഫുഡ്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. സാധാരണയായി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലങ്ങൾക്ക് പകരം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഇപ്പോൾ ഒരുപാടധികം ജങ്ക് ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ വന്നിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം അഡാപ്റ്റ് ചെയ്യുകയും അത് കാരണം നമ്മുടെ ഹെൽത്ത് വളരെയധികം മോശമായി ബാധിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ശീലം കാരണം നമ്മുടെ ബ്രെയിൻ സെൽസിന് ഒരുപാട് അധികം ഡാമേജസ് ഉണ്ടാവുകയും മാത്രമല്ല നമ്മുടെ വൈറ്റൽ ഓർഗൻസ് പോലും ഒരുപാടധികം ഡാമേജ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒബീസിറ്റി, ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് കഴിവതും ജങ്ക് ഫുഡ് പോലുള്ള മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഒഴിവാക്കിയതിന് ശേഷം വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഡയറ്റ് വളരെയധികം ഹെൽത്തി ആക്കുക. നമ്മുടെ ബ്രെയിനിനെ റിഫ്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ എക്സസൈസ് പോലുള്ള ഹെൽത്തി ഹാബിറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബില്യണേഴ്സ് ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, ഇലോൺ മസ്ക് പോലുള്ളവർ ഒരു ദിവസം 15 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ടുണ്ട്. അമേരിക്ക പോലെയുള്ള വളരെയധികം സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിച്ചിട്ട് പോലും സോഷ്യൽ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ അവരുടെ സക്സസ്സിന് വേണ്ടി പ്രവർത്തിച്ചതും ഒരു ദിവസം 15 മുതൽ 20 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്തതും. ഇത്തരത്തിൽ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവർ അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ബില്യണേഴ്സായി മാറിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ 20s ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയും അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും. ഇത്തരത്തിൽ വളരെയധികം സമയം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ തന്നെ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കേണ്ട കാലഘട്ടത്തെ നമ്മൾ ഒരു കാര്യവുമില്ലാതെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ ലൈഫിനെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം സൊസൈറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ലോൺലി ആയിട്ട് ജീവിക്കണം എന്നല്ല, മറിച്ച് 2 തരത്തിലുള്ള സോഷ്യൽ ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ വളരെയധികം പ്രൊഡക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള ആളുകളുമായി മീറ്റ് ചെയ്യുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതും അത്തരത്തിലുള്ള ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതിനെയാണ് ആദ്യത്തെ സോഷ്യൽ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ലൈഫിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വാല്യൂ അഡീഷനും ചെയ്യാതെ നമ്മുടെ സമയം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റിസോഴ്സസിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ലൈഫാണ് രണ്ടാമത്തേത്. നമ്മൾ തീർച്ചയായും രണ്ടാമത്തെ സോഷ്യൽ ലൈഫാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് നമ്മൾ ലൈഫിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തേത് സേ നോ ടു സ്ക്രീൻ. പണ്ടത്തെ ജനറേഷനിലായിരുന്നെങ്കിൽ ആളുകൾ ഒരുപാടധികം സമയം പാഴാക്കിയിരുന്നത് TV കണ്ടുകൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനറേഷൻ മാറിയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുകയും നമ്മുടെ ലൈഫിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറേ സമയം പാഴാക്കുകയും ചെയ്യുന്നത്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വളരെയധികം പ്രചാരത്തിൽ വന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള യൂസ്ലെസ് എൻ്റർടൈൻമെൻറ്റിന് ഒരുപാടധികം സ്കോപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളാണ് യൂട്യൂബിൽ നിന്നും അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്നും കൺസ്യൂം ചെയ്യുന്നത്. TV-യിലും യൂട്യൂബിലുമൊക്കെ നമ്മൾ ഒരുപാടധികം പരസ്യങ്ങൾ കാണാറുണ്ട്. എന്നാൽ കോടികൾ വിലമതിക്കുന്ന ലക്ഷറി കാറുകളുടെ പരസ്യം നമുക്ക് TV-യിൽ കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആ കാറ് വാങ്ങാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാൾ ഒരിക്കലും 24 മണിക്കൂറും TV കണ്ടുകൊണ്ടിരിക്കില്ല എന്നുള്ളതാണ്. അവർ തങ്ങളുടെ സമയം ഇത്തരത്തിൽ സ്ക്രീനിന് മുന്നിൽ യൂസ്ലെസ് എൻ്റർടൈൻമെൻറ്റ് കൺസ്യൂം ചെയ്യുന്നതിന് പകരം വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാറുകളുടെ പരസ്യം നമുക്ക് TV-യിലൊന്നും കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മളും ഇത്തരത്തിൽ യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നതിന് പകരം ലൈഫിൽ നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 5 കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ 20s തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. തീർച്ചയായും നമ്മുടെ ലൈഫിനെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ 5 സാക്രിഫൈസസും ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും.